പ്രിയ ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും ഇന്നത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് സങ്കീർത്തനങ്ങളെ ആധാരമാക്കിയുള്ളതായ പുസ്തകമാണ്. നമുക്കിന്ന് പഠിക്കാനുള്ളത് 11-ാമത്തെ പാഠമാണ്. സിയോനിൽ ദൈവത്തിനായി വാഞ്ചിക്കുന്നു എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി 2 ദൈവദാസന്മാർ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി കടന്നു വന്നതിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ജോയ് സാറിനെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പാഠം ചർച്ച ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഹ്ലാദകരമായ ദൈവത്തിൻ്റെ ഗീതങ്ങൾ പാടുന്നതായ ഒരു ഭാഗം കൂടിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പ്രത്യേകിച്ച് സിയോൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതായ ഗാനങ്ങൾ സങ്കീർത്തനത്തിൻ്റെ ഭാഗമായി ചേർക്കപ്പെട്ടിട്ടുണ്ട്. സിയോൻ ദൈവത്തിൻ്റെ സിംഹാസനമാണ് എന്നും ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നതായ ഇടമായിട്ട് സങ്കീർത്തനം വിവരിച്ച് പറയുന്നു. ഇന്ന് നമുക്ക് മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് 84-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യമാണ്. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ദൈവത്തിൻ്റെ വാസസ്ഥലം എന്ന് പറയുന്നത് അത് മനുഷ്യരുടെ ഇടയിലാണ് എന്ന് നാം പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ മനുഷ്യൻ്റെ ചിന്തയിൽ ദൈവത്തിന് പ്രത്യേകമായ ഒരു സ്ഥലമുണ്ട് എന്നും മാത്രമല്ല, ദൈവ മനുഷ്യനോട് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ സിയോനിൽ നിന്ന് അരുളി ചെയ്യുന്നു, എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? 84-ാം സങ്കീർത്തനം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ വായിക്കുകയും ചെയ്തു. ഞാൻ വാഞ്ചിച്ചു മോഹിക്കുന്നു എന്നുള്ളതാണ്. ഇംഗ്ലീഷ് പരിഭാഷയിൽ ഈവൻ ഫെയിൻസ്, ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കാൻ വേണ്ടി മോഹലസ്യപ്പെടുന്നു എന്നുള്ള ഒരർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ് മന്ദിരം. എന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് സമാനതകളില്ലാത്ത ഒരിടമാക്കി, അനുപമമായ ഒരിടമാക്കി ഈ മന്ദിരത്തെ മാറ്റുന്നത്. മന്ദിരത്തിൽ പോയാൽ, അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയാൽ ദൈവത്തിൻ്റെ സൗന്ദര്യം കാണാം, ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിക്കാൻ പറ്റും. മന്ദിരത്തിൽ പോയിരുന്ന് ദൈവം ചെയ്തിട്ടുള്ള നന്മകളെക്കുറിച്ച് കണ്ട് ദൈവത്തിൻ്റെ സൗന്ദര്യം കണ്ട് നമുക്ക് തൃപ്തി വരുത്താൻ പറ്റുമെന്ന് അവിടെ പറയുന്നുണ്ട്. അവിടെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു, ദൈവത്തെക്കുറിച്ച് ഓർത്ത് എപ്പോഴും ആരാധന നടക്കുന്നു. വിവരണാതീതമായ വ്യക്തിപരമായ അനുഭവമാണ്, സന്തോഷമാണ് ഈ ആലയത്തിൽ ആരാധനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ദൈവവും ആരാധനയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ശക്തി പറയുന്നുണ്ട്. മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണെങ്കിൽ നമ്മൾ മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിക്കുന്നവരായി വരും. ബന്ധങ്ങൾ ഊട്ടി വളർത്തുന്ന ഇടമാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം. മറ്റു മനുഷ്യരുമായിട്ടുള്ള ബന്ധവും ഊട്ടി വളർത്താൻ കഴിയുന്ന സാഹോദര്യത്തിൻ്റെ ഇടമാണ് മന്ദിരം. മന്ദിരത്തിലെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിത്യജീവിതത്തിൻ്റെ രുചിയും മണവും ഗുണവും നമുക്ക് കാണിച്ചു തരുന്ന ഒരു 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 സ്ഥലമാണ്. അതായത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇനി എന്നും ഉള്ളത് ദൈവരാജ്യത്തിലാണ്, പുതിയ യെരൂശലേമാണ്, സ്വർഗത്തിലാണ്. സത്യത്തിൽ ദൈവസന്നിധിയിൽ നമ്മൾ ഇരുന്ന് ആരാധിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ നിത്യജീവിതത്തിൻ്റെ മിന്നൊളി നമ്മൾ കാണുകയാണ്, അതിൻ്റെ രുചി നമ്മൾ അനുഭവിക്കുകയാണ്. അത് നമ്മൾ ക്ഷണനേരത്തേക്ക് നോക്കിക്കാണാനുള്ള വലിയ ഒരു അനുഭവമാണ് ആരാധനയിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനപരം പറയുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് മന്ദിരത്തിലിരിക്കാൻ ഞാൻ മോഹലസ്യപ്പെടുന്നു. ജോയ് സാറ്, ദൈവത്തിൻ്റെ ഈ സങ്കേതത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതായ അനുഭവം ധാരാളമുണ്ട്. സാറ് പറഞ്ഞതുപോലെ അനേക സങ്കീർത്തനങ്ങൾ ദൈവത്തിൻ്റെ പ്രാകാരത്തെക്കുറിച്ചും പ്രാകാരത്തിൽ വസിക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. എന്നാൽ ആ പ്രാകാരത്തിൽ വസിക്കുന്നതായ വ്യക്തികൾക്ക് ലഭിക്കുന്നതായ അനുഗ്രഹത്തെക്കുറിച്ചും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? മനപ്പാഠവാക്യം നമ്മൾ മനസ്സിലാക്കിയത്
എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. അപ്പോൾ ആലയം എപ്പോഴും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ഇടം തന്നെയാണ് ദൈവത്തിൻ്റെ ആലയം. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നു. ഇനി ആലയത്തിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ആലയത്തിൽ വസിക്കുന്ന ദൈവമക്കൾ ഭാഗ്യവാന്മാരെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. 2, ആലയത്തിൽ വസിക്കുന്നവർക്ക് ദൈവം ഒരു പുതുബലം നൽകും എന്ന് വ്യക്തമായി പറയുന്നു. 3, ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ മേൽക്ക് മേൽ, നേരത്തെ സാറ് പറഞ്ഞതുപോലെ, ബലം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ അനുഗ്രഹം മേൽക്ക് മേൽ പ്രാപിക്കുന്നു എന്നിവിടെ പറയുന്നു. വീണ്ടും പറയുന്നത്, ഒരു ദിവസം നാം ആലയത്തിൽ വസിക്കുകയാണെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ വസിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമാണ് എന്നിവിടെ പറയുന്നു. വീണ്ടും വേറൊരു പ്രത്യേകത ഇവിടെ പറയുന്നത്, ഈ വിശുദ്ധ മന്ദിരത്തിൻ്റെ ഒരു വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമെന്ന് ആ വ്യക്തി പറയാം. അത്രമാത്രം എന്ന് വെച്ചാൽ എനിക്ക് ഉള്ളിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ കാവൽക്കാരനെങ്കിലുമായി ദൈവത്തിൻ്റെ ആലയത്തെ സംരക്ഷിക്കുവാനുള്ള ഒരു ബാധ്യത എനിക്ക് ലഭിക്കുകയാണെങ്കിൽ അത് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹമായിരിക്കും എന്നിവിടെ പറയാം. അതുകൊണ്ട് യഹോവ എൻ്റെ ദൈവം സൂര്യനും പരിചയമാകുന്നു, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും ഈ ആലയം മുടക്കുകയില്ല എന്ന് പറയും. ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്ന മക്കളുടെ ലഭിക്കുന്ന ഏറെ നന്മകൾ വ്യക്തമായിട്ട് സങ്കീർത്തനം 84 വർണ്ണിക്കുന്നു. ബിനോയ് സാറേ, 122 സങ്കീർത്തനത്തിൽ യെരുശലേമിലേക്ക് പോകുന്നവർക്ക് ലഭിക്കുന്നതായ പ്രത്യേകതകളെക്കുറിച്ചും അവരുടെ സന്തോഷത്തെക്കുറിച്ചും പറയുന്നു. അതിനെക്കുറിച്ച് ചുരുക്കമായി ഒന്ന് പറയാം. യെരുശലേമിൽ പോകുന്നവർക്ക് അവിടെ എത്തുമ്പോൾ പരമാനന്ദവും ആവേശവും കൗതുകവും സന്തോഷവും ഉണ്ടാകുമെന്ന് പറയുന്നു. വർഷത്തിൽ 3 പ്രാവശ്യമാണ് അവരവിടെ പോകുന്നത്. ഈ സന്തോഷകരമായ ഒരു അനുഭവമാണ് അവിടുന്ന് കിട്ടുന്നത്. അത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഈ സിയോൺ എന്ന് പറയുന്നത്. അത് കേന്ദ്രമാണ്, യെരുശലേമാണ് കേന്ദ്രം. അത് നഗരങ്ങളെ തമ്മിൽ ഇണക്കുന്ന സ്ഥലമാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരിടം കൂടെയാണ്. യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ വരുന്ന എല്ലാ മനുഷ്യരുടെയും പ്രഭവ കേന്ദ്രം. അവരൊക്കെ ഈ സിയോനിൻ്റെ പൗരത്വമുള്ളവരാണെന്ന് നമുക്ക് പറയേണ്ടി വരും, അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ. ഇസ്രായേലിൻ്റെ സാക്ഷ്യം ഇരിക്കുന്നത് ഈ തിരുനിവാസത്തിലാണ്. ആ സാക്ഷ്യം ഇരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇവിടെയാണ്. സാർ, ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്കിത് തുടരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും, ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, യെരുശലേമിൽ പോകുന്നവരുടെ ആവേശത്തെക്കുറിച്ച് പാസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായും പാസ്റ്റർ തുറന്ന് പറയണം. ഇവിടെ യെരുശലേമിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, യെരുശലേമിൻ്റെ സാക്ഷ്യം അവിടെ കൃപാസനമുള്ളത് കൊണ്ടാണ്. അത് കൃപാസനത്തിൻ്റെ സാക്ഷ്യമാണ്. കൃപാസനം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ കൃപാസനത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അവിടെ കെരൂബുകളുണ്ട്, അതിന് നിയമപ്പെട്ടകം അവിടെയുണ്ട്, അതിൻ്റെ സാക്ഷ്യമാണ്. നിയമപ്പെട്ടകത്തിനുള്ളിൽ ദൈവത്തിൻ്റെ നിയമം, കൽപ്പനയാണ്, സാന്നിധ്യമാണുള്ളത്. അപ്പം അതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ ഇവർ യെരുശലേമിലേക്ക് ഈ വർഷത്തിൽ യാത്ര ചെയ്ത് വരുന്ന സന്ദർഭത്തിലാണ് അവിടെ കോടതി മുറികളുണ്ട് ഈ സിയോനിൽ. പല നാളുകളായിട്ടുള്ള ആളുകളുടെ പരാതികൾക്ക് പരിഹാരം കൊടുക്കുന്നത് ഈ സന്ദർഭത്തിലാണ്. ഈ കോടതി മുറിയിൽ അവർക്ക് വരാം, ജഡ്ജിയായിട്ട് സംസാരിക്കാം. നീതി ഉറപ്പാക്കുന്ന സ്ഥലമാണ് ഈ സിയോൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിശ്വാസികൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും നീതി ഉറപ്പാക്കുന്ന കേന്ദ്രം എന്ന് പറയുന്നത് സിയോനാണ്. അത് ദൈവത്തിൻ്റെ സിംഹാസനം ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത്, അവിടെയാണ് നിത്യം ആരാധനയുള്ളത്. ജോയ് സാർ, ദൈവത്തിൻ്റെ ജനം ഇസ്രായേലിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ പ്രധാന പ്രാർത്ഥന എന്താണ്? ദൈവമക്കളുടെ പ്രധാന പ്രാർത്ഥന ഈ സിയോൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ യെരുശലേമിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇവിടെ പ്രത്യേകിച്ചും 122 സങ്കീർത്തനത്തിലാണ് ആ പ്രതിപാദ്യ വിഷയം പറയുന്നത്. 122 സങ്കീർത്തനം എൻ്റെ 6-ാം വാക്യം പറയുന്നത്, യെരുശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കട്ടെ, നിൻ്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിൻ്റെ അരമനകളിൽ സ്വൈരവും ഉണ്ടാകട്ടെ. ഇതാണ് എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥന. യെരുശലേമിന് സമാധാനം ഉണ്ടാകട്ടെ. കാരണം നേരത്തെ സാറ് പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും പ്രഭവ കേന്ദ്രമെന്ന് പറയുന്നത് യെരുശലേം തന്നെയാണ്. എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുക, ആത്മീയ മക്കളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു സങ്കേതം തന്നെയാണ് യെരുശലേം. അപ്പോൾ സിയോൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ അവിടെ സമാധാനം എപ്പോഴും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ.
കൂടാതെ നമ്മെ സ്നേഹിക്കുന്നവർക്ക് സ്വൈര്യമുണ്ടാകട്ടെ. നമ്മുടെ കൊത്തളങ്ങളിൽ തന്നെ സമാധാനവും നമ്മുടെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. വീണ്ടും എൻ്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനമുണ്ടാകട്ടെ. കൂടാതെ യഹോവയുടെ ആലയം നിമിത്തം നിനക്ക് സമാധാനമുണ്ടാകട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥന. നമ്മുടെ ആലയത്തിൽ സമാധാനം വേണം, നമ്മുടെ കൊത്തളങ്ങളിൽ സമാധാനം വേണം, നാം പാർക്കുന്ന അരമനകളിൽ സമാധാനം വേണം, നാം വസിക്കുന്ന ദേശത്ത് സമാധാനം വേണം. ഇതാണ് എല്ലാ ദൈവമക്കളുടെയും നിത്യമായ പ്രാർത്ഥന. പാസ്റ്റർ, നാം ദൈവമക്കളാണ്. ദൈവജനം എന്ന നിലയിൽ നമ്മുടെ ഇടയിൽ ഒരു യോജിപ്പും കൂട്ടായ്മയും ഉണ്ടാകുവാൻ അന്ന് യെരൂശലേമിലുള്ളതായ ദൈവജനം പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? തീർച്ചയായിട്ടും പ്രാർത്ഥനയാണ് എല്ലാത്തിനെയും യോജിപ്പിക്കാൻ, എല്ലാ മനുഷ്യനെയും യോജിപ്പിക്കാൻ അത്യന്തം വേണ്ടുന്ന ഒരു കാര്യം. ഇന്ന് യോജിപ്പ് സമൂഹത്തിൽ മൊത്തത്തിൽ പ്രശ്നമാണ്. കമ്മ്യൂണൽ ഹാർമണി മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒക്കെ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ്. അപ്പം ലോകത്തിൻ്റെ സമാധാനം കൊടുക്കേണ്ടുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് സമാധാനം ഉണ്ടാക്കുന്നവർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതായത് വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ഐക്യമുണ്ടാകുമ്പോൾ മാത്രമേ സമാധാനത്തിൻ്റെ സന്ദേശം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ലോകം സമാധാനത്തിന് വേണ്ടി കാക്ഷിക്കുകയും തിരയുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ സമാധാനം എന്ന് പറയുന്ന യേശു സമാധാനമാണ്. ആ സമാധാനം നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ തമ്മിൽ ഐക്യമുണ്ടെങ്കിലേ ഈ സമാധാന സുവിശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനപ്പോഴും അത് ദൈവത്തിൻ്റെ അങ്ങനെ ഒരു സമാധാനം സ്ഥാപിക്കേണ്ടത് ദൈവത്തിൻ്റെ അവകാശവും നമ്മുടെ അവകാശവും ഉത്തരവാദിത്വവുമാണ്. ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ ഈ ലോകത്ത് സമാധാനം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി ഈ ലോകത്തിനെ ദൈവം ഒന്നും കൂടെ ഒന്ന് പുതുക്കിയിട്ട് കണ്ണുനീരും രോഗവും ദുഃഖവും മുറവിളിയും മരണവുമില്ലാത്ത, വേർപാടുകളില്ലാത്ത, അതിർവരമ്പുകളില്ലാത്ത, സ്നേഹത്താൽ ഒന്നിക്കുന്ന മഹത്വപൂർണമായ ഒരു രാജ്യത്തിനെക്കുറിച്ചും അതിൻ്റെ സൃഷ്ടിയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ എല്ലാ തരത്തിലും ഐക്യമുള്ളവരായി തീരണമെന്നുള്ള സന്ദേശമാണ് ഈ സങ്കീർത്തനം നമുക്ക് തരുന്നത്. സർ, 87-ാം സങ്കീർത്തനത്തിൽ സിയോനെ ഒരു മഹനീയ സ്ഥലമാക്കി ചിത്രീകരിക്കുന്നു. ഇതിൻ്റെ ഈ റെസ്പെക്റ്റ്ഫുൾനെസ് അല്ലെങ്കിൽ ഇതിന് കിട്ടുന്നതായ ആദരവ് വരാൻ പ്രധാന കാരണമെന്താണ്? യെശയ്യാവിൻ്റെ പ്രവചനത്തിലൊരു പ്രവചനമുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം 66-ാം അധ്യായം 13-ാം വാക്യം പറയുന്നത്, അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ സിയോനിൽ വരുന്ന ദൈവമക്കളുടെ ഒരു വലിയൊരു നന്മയെന്ന് പറയുന്നത്, എങ്ങനെയാണ് ഒരു അമ്മ മക്കളെ ആശ്വസിപ്പിക്കുന്നത്, അതിൻ്റെ ഒരു നന്മ ആ വരുന്ന എല്ലാ തലമുറകൾക്കും ഉണ്ടാകുമെന്ന് ഇവിടെ പറയുന്നു. വീണ്ടും 87-ാം സങ്കീർത്തനത്തിൽ പറയുന്ന വചനം 1-2 വാക്യങ്ങൾ, നിൻ്റെ യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരത്തെ, സിയോൻ്റെ പടിവാതിലുകളെ തന്നെ, യാക്കോബിൻ്റെ സകല നിവാസികളെക്കാളും അധികം അതിനെ സ്നേഹിക്കുന്നു എന്ന് 87-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്. അപ്പോൾ സിയോനെ ഞാൻ അധികമായി സ്നേഹിക്കുന്നു. കാരണം ഒന്നാമത്തെ കാരണം സിയോൻ എൻ്റെ പ്രിയപ്പെട്ട നഗരമാണ്. എല്ലാ ദൈവമക്കളുടെയും ഒരു പ്രിയപ്പെട്ട നഗരമാണ് സിയോൻ. അതുകൊണ്ട് ഞാൻ അതിനെ അധികമായി സ്നേഹിക്കുന്നു. 2, സിയോനിലാണ് എൻ്റെ രാജാവ് വാഴുന്നത്. എൻ്റെ രാജാവ് വാഴുന്നത് സിയോനിലാണ്. അതുകൊണ്ട് ഞാൻ ആ നഗരത്തെയും ആ പ്രദേശത്തെയും ഞാൻ അധികം സ്നേഹിക്കുന്നു. സങ്കീർത്തനം 2:8 പറയുന്നത്, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനെ എന്ന് സങ്കീർത്തനക്കാരൻ വിളിക്കുന്നു. സങ്കീർത്തനം 99:2 പറയുന്നത്, യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു എന്നിവിടെ പറയുന്നു. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും സിയോൻ ഒരു വലിയ ആദരവുള്ള ഒരു സ്ഥലമാക്കി മാറ്റുന്നത്. ദൈവജനത്തിനെ സംബന്ധിച്ചിടത്തോളം സിയോൻ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രത്യാശ കേന്ദ്രമാണ്. ഒരുപക്ഷെ ഇസ്രായേലിനായി ജനിച്ചതായ ഒരു വ്യക്തി പോലും ഈ സിയോനിൽ പോകാത്തവരായി ആരും ഉണ്ടാകുകയില്ല. നേരത്തെ പാസ്റ്റർ പറഞ്ഞതുപോലെ ചുരുക്കം ആണെങ്കിൽ പോലും, അത്ര സാമ്പത്തിക പരാധീനതകളുള്ളവരാണെങ്കിൽ പോലും വർഷത്തിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ അങ്ങനെ പോയില്ല എങ്കിൽ അവർക്ക് ദൈവവുമായി ബന്ധമില്ല എന്നുള്ളതായ ഒരു ചിന്ത പോലും ആ കാലത്ത് ഉണ്ടായിരുന്നു. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം പ്രത്യേകിച്ച് ആ കിണറ്റിൻ്റെ അരികിലുള്ളതായ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ യഹോവയെ ആരാധിക്കുന്നത് ഇനി യെരൂശലേമിലുമല്ല ശമര്യയിലുമല്ല, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പ്രത്യേക സ്ഥലമില്ല. ഒരുപക്ഷെ മറ്റു സഭാവിഭാഗങ്ങളൊക്കെ പറയുന്നത് പോലെ ഇന്ന് നമുക്ക് യെരൂശലേമിനെ നോക്കേണ്ടതായ കാര്യമില്ല. ഇന്ന് നാം നോക്കേണ്ടുന്നത് സ്വർഗീയ യെരൂശലേമിനെയാണ്.
ദൈവം ഇരിക്കുന്നതായ, ദൈവം വാണരുളുന്നതായ സ്വർഗീയ യെരൂശലേമിന് വേണ്ടിയാണ് നാം ഇപ്പോൾ കാത്തിരിക്കുന്നത്. അക്ഷരീയമായ യെരൂശലേമിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വ്യക്തി പ്രഭാവവുമൊക്കെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നാം നോക്കിക്കാണേണ്ടത് വരാനിരിക്കുന്നതായ പുതിയ യെരൂശലേമിലേക്കാണ്. ആ പുതിയ യെരൂശലേമിനെ കുറിച്ച് നമുക്ക് പുതിയ സങ്കീർത്തനങ്ങൾ ഉണ്ടാകണം, പുതിയ ആവേശമുണ്ടാകണം, പുതിയ ഗാനങ്ങൾ നാം രചിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ ആ തരത്തിൽ ആയിത്തീർന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവരാജ്യത്തോടുള്ളതായ ഒരു കൂറ് നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും ചിന്തയിലുമൊക്കെ ഉണർത്തുവാനും മറ്റുള്ളവരെ അത് കാണിക്കുവാനും തക്കവണ്ണം സാധിക്കും. നമുക്ക് ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും, ഞങ്ങളോടൊപ്പമായി. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ജോയ് സാറേ, നാം യെരൂശലേമിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നാം അവസാനം പറഞ്ഞു നിർത്തിയത് നമ്മുടെ ആഗ്രഹം പുതിയ യെരൂശലേമിലേക്ക് ആകണം എന്നുള്ളതാണ്. ദൈവത്തിന് ഇതിനെതിരെയുള്ളതായ അല്ലെങ്കിൽ എന്താണ്, ലോകത്തിൻ്റെ അക്രമത്തിനും ദൈവത്തിനെതിരെയുള്ളതായ കൂടുകൾക്കുമെതിരെയുള്ള ദൈവത്തിൻ്റെ പ്രതികരണം എന്താണ്? പലപ്പോഴും സിയോനെ മറന്ന് നാം പ്രവർത്തിക്കുമ്പോൾ, അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിന് നാം മാന്യത കൊടുക്കാതെ വരുമ്പോൾ, മറന്നു പോകുമ്പോൾ, ദൈവം പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ നാം വിട്ടോടുമ്പോൾ ദൈവത്തിൻ്റെ കോപവും ചിലപ്പോൾ ജ്വലിക്കുന്നതായിട്ട് സങ്കീർത്തനങ്ങളിൽ കാണുന്നു. പ്രത്യേകിച്ച് 46-ാം സങ്കീർത്തനത്തിലൊക്കെ അതിൻ്റെ 6, 8, 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കോപം കാണിക്കുകയാണ്. ജാതികൾ ക്രുതിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. വരുവീൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവീൻ, അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്നത് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും എന്നിവിടെ പറയുകയാണ്. അപ്പോൾ പലപ്പോഴും സിയോൻ്റെ നന്മകളെ നാം ഉപേക്ഷിച്ചിട്ട് നാം പിൻവലിയുമ്പോൾ ദൈവത്തിൻ്റെ കോപം ആ മക്കളുടെ മേൽ ദൈവം കോപമായി ജ്വലിക്കുന്ന വചനങ്ങളാണ് ഈ 46-ാം സങ്കീർത്തനത്തിൽ ഈ പറഞ്ഞ വാക്യങ്ങളിലൊക്കെ. ഇതെല്ലാം ദൈവത്തിൻ്റെ കോപത്തെ ജ്വലിപ്പിക്കുന്ന സാക്ഷ്യങ്ങളായിട്ട് ഈ വാക്യങ്ങൾ പറയാം. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഒരു കടമയെന്ന് പറയുന്നത്, ദൈവജനം എപ്പോഴും ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് സുരക്ഷിതരാണ്. ഒരിക്കലും ദൈവജനത്തിന് ഈ കോപത്തിൽ അടിമപ്പെടുവാൻ ഒരിക്കലും കാരണമാകില്ല. ദൈവജനത്തെ എപ്പോഴും ദൈവം ഈ കോപങ്ങളിൽ നിന്ന് ദൈവം നമ്മെ സംരക്ഷിക്കുമെന്നുള്ളൊരു വാഗ്ദത്വവും കൂടെ ഈ 46-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. പാസ്റ്റർ ബിനോയ്, സങ്കീർത്തനങ്ങളുടെ ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനത്തോട് എല്ലായ്പ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതായ പ്രശ്നങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളും ഒക്കെയും വരുമ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുവാനും ദൈവം നമ്മെ സംരക്ഷിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാനും നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത്? പ്രകൃതി ദുരന്തങ്ങൾ, പിന്നെ പകർച്ചവ്യാധികൾ, രോഗങ്ങൾ, യുദ്ധം, ഭീകരത, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ഇന്നത്തെ ലോകത്ത്. സത്യത്തിൽ ഇത് ദൈവത്തെ അറിയാത്തൊരു ലോകവുമാണ്. അങ്ങനെ ഒരു ലോകത്തിൻ്റെ പ്രത്യേകത എന്നാണ്. എന്നാൽ ദൈവം പറയുന്നത്, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ യേശു താമസിക്കുന്നത് കൊണ്ട്, ദൈവം വസിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. സങ്കീർത്തനം പറയുന്നത് 1000 പേരും വലതുവശത്ത് 10,000 പേരും വീഴും, ഒന്നും നിന്നെ ബാധിക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമുണ്ട്. എന്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാണെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. ആന്തരിക സമാധാനം നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്തു വന്നാലും ദൈവത്തിൻ്റെ സിംഹാസനം, ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവായിട്ട് ഇന്ന് നമുക്കൊപ്പമുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് സുരക്ഷിത ബോധം നൽകും, അത് നമുക്ക് സംരക്ഷണം നൽകും. കർത്താവാണ് നമ്മുടെ കരുതൽ. ഇനി ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നമില്ലാതിരിക്കലെന്നല്ല. എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്നാണ്. എന്നാൽ പാപം നിറഞ്ഞ ലോകത്തിൽ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ പ്രശ്നങ്ങൾക്ക് നടുവിലും നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്നതാണ് ദൈവിക സമാധാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന സമാധാനം പോലെ അല്ല എന്ന് പറയുന്നത്. ഉദാഹരണമായി മത്തായിയുടെ സുവിശേഷത്തിൽ ശിഷ്യന്മാരും കർത്താവായ യേശു ക്രിസ്തുവും പടകിൽ യാത്ര ചെയ്യുമ്പോൾ കൊടുങ്കാറ്റ് വന്ന് അവരെല്ലാവരും നഷ്ടപ്പെടാൻ പോകുന്നു. അവർ പാനിക്കാകുകയും നിലവിളിക്കുകയും സംശയിക്കുകയും യേശു ക്രിസ്തുവിനെ വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ക്രിസ്തു അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് സമാധാനമുണ്ടായി, സുരക്ഷിതത്വമുണ്ടായി. യേശു കടലിനെ ശാന്തമാക്കി. ഇന്നും ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും സമൂഹത്തിലുമുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും എത്ര വലിയ പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടാക്കിയാലും ശാന്തമാക്കുന്നവൻ നമുക്കൊപ്പമുണ്ട് എന്നുള്ള സമാധാനമാണ് ഈ ലോകത്ത് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം.
ബിനോയ് സാർ ഒരു വലിയ ഒരു ആശയമാണ് പറഞ്ഞത്. കാരണം നമുക്ക് ചുറ്റും എന്തൊക്കെ സംഭവിക്കുന്നു എന്നതിലല്ല, പക്ഷേ നമ്മോട് കൂടെ ആരുണ്ട് ദൈവമുണ്ട് എന്നുള്ളതാണ് എന്നുള്ള പ്രധാനം. ദൈവത്തിൻ്റെ ജനത്തിന് ഈ പ്രക്ഷുബ്ധമായ ഈ ഒരു സാഹചര്യത്തിലും ദൈവം നമുക്ക് നൽകുന്നതായ വാഗ്ദത്തം, പ്രത്യേകിച്ച് 125 സങ്കീർത്തനത്തിൽ ദൈവജനത്തിന് വേണ്ടി ദൈവം എന്താണ് കരുതിയിരിക്കുന്നത്? ഇവിടെ ദൈവജനത്തെ സംരക്ഷിക്കുന്ന വിധത്തെ സങ്കീർത്തനം 125 സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ട് വർണ്ണിക്കുകയാണ്. 125 സങ്കീർത്തനം 1ഉം 2ഉം വാക്യങ്ങൾ പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. അതൊരു വലിയ മനോഹരമായൊരു വാഗ്ദത്തമാണ്. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഇനി പർവ്വതങ്ങൾ എന്താ ചെയ്യുന്നത്? പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു, യഹോവ എപ്പോഴും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു എന്നിവിടെ പറയുന്നു. അപ്പോൾ ദാവീദ് മഹാരാജാവ് ഇവിടെ വർണ്ണിക്കുകയാണ്, ദൈവമക്കളുടെ സംരക്ഷണത്തിൻ്റെ വലയത്തെ വർണ്ണിക്കുകയാണ്. യെരൂശലേമിനെ ദൈവം ചുറ്റിയിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ മക്കളെയും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ദൈവം സംരക്ഷിക്കുന്നു എന്നൊരു വർണ്ണന ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. വീണ്ടും ഇന്നു മുതൽ എന്നേക്കും ചുറ്റിയിരിക്കുന്നു. ഒരു വചനം കൂടെ പറയുന്നു, സങ്കീർത്തനം 5:12 പറയുന്നു, യഹോവ നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ടവനെ ചുറ്റിക്കൊള്ളും എന്നിവിടെ പറയുന്നു. ഇതെല്ലാം നമ്മെ മനസ്സിലാക്കി തരുന്നത് ഏത് പ്രതിസന്ധി വേളയിലും എല്ലാ ദൈവമക്കൾക്കും ദൈവം നമ്മെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ സംരക്ഷണ വലയത്തിൽ നാം ആയിരിക്കുന്നു എന്നൊരു പ്രത്യാശയും കൂടെ ഈ വചനം പറയുന്നു. സാറ് പറഞ്ഞതിനനുസരിച്ച് എനിക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിച്ചത് ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ അവിടെ ഉള്ളതായിട്ടാണ്. അതായത് യെരൂശലേമിനെ ഈ സിയോൻ പർവ്വതം എന്ത് ചെയ്യുന്നു? ചുറ്റിയിരിക്കുന്നു. സിയോൻ പർവ്വതത്തെ ദൈവം ചുറ്റിയിരിക്കുന്നു. അപ്പോൾ ഈ സിയോനിൽ വസിക്കുന്നവർ അഥവാ യെരൂശലേമിൽ വസിക്കുന്നതായ ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം മറ്റു സകല മനുഷ്യർക്കും നൽകുന്നതിനേക്കാൾ സംരക്ഷണം നൽകുന്നു എന്നുള്ളതായ ഒരു ആശ്വാസകരമായ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കുന്നത്. നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പ്രയാസമുണ്ട്, കഷ്ടതയുണ്ട്, പ്രതികൂലമുണ്ട്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ദൈവം ഇതെല്ലാം അറിയുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോഴും നാം ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ് എന്നുള്ളതാണ്. ഒരു പക്ഷേ പാസ്റ്റർ ഇന്ന് നമ്മുടെ വ്യക്തിപരമായ സംസാരത്തിൽ പറഞ്ഞതുപോലെ, എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജനത്തിന് ഇത്രമാത്രം കഷ്ടതകൾ വരുന്നത്? ഈ കഷ്ടതകൾ അത് ദൈവം അറിഞ്ഞാണ് നമുക്ക് വരുന്നത് എന്ന് നാം എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ദൈവം നമ്മിൽ നിന്ന് അകലെയല്ല. നാം വേദനിക്കുമ്പോൾ, നമുക്ക് കഷ്ടത വരുമ്പോൾ, നമുക്ക് പ്രയാസം വരുമ്പോൾ നമ്മുടെ ദൈവവും നമ്മോടൊപ്പം ആ കഷ്ടതയിൽ പങ്കാളിയാകുന്നു എന്നുള്ളതായ ഒരു ചിന്ത നമ്മെ ഭരിക്കേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായിട്ടും ഈ പാഠപഠനം നമ്മുടെ വിശ്വാസികൾക്ക് ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഒരു വലിയ പ്രചോദനം നൽകും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഈ പാഠപഠനത്തിൽ പങ്കെടുത്തതായ നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിൽ ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടുന്നവരാണ് ദൈവമക്കളാകുന്നതായ നാം. ഈ വെല്ലുവിളികൾ എല്ലാം നാം നേരിടുമ്പോൾ നമുക്ക് ശക്തി നൽകുവാൻ, നമ്മെ സംരക്ഷിക്കുവാൻ, നമ്മെ കോട്ടകെട്ടി കാക്കുവാൻ നമ്മുടെ ദൈവത്തിൻ്റെ അദൃശ്യമായ കരം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത് നാം മറന്നു കളയേണ്ട. ആയതിനാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.